ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നോമ്പുകാലല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് ഓഫീസിൽ നമ്മൾ ചെയ്ത ഒരു ഇഫ്താർ മീറ്റിൻ്റെ ഒരു വീഡിയോ ആണിത്. അതിൽ നമ്മൾ ഈ ഒരു പ്ലേസ് ആയിരുന്നു നമ്മൾ ആ ഒരു ഇഫ്താർ നമ്മൾ നടത്താൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ കളീഗ്സ് മാത്രമുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അതിൽ നമ്മളെല്ലാവരും ഫസ്റ്റ് എത്തി, കുറച്ച് പേരോട് വരാനുണ്ടായിരുന്നു, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്താണ്. എല്ലാവരും നമ്മളെ ചെറിയ ചെറിയ ഹാപ്പിനെസ് ഒക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞിരുന്ന ഒരു ടൈമായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് നമ്മളൊരു സീക്രട്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ഓരോ ഫ്രണ്ടിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോട്ടിട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്താണ്. പരസ്പരം ആർക്കും അറിയില്ല ആരാണ് നമ്മുടെ ഫ്രണ്ട് എന്നുള്ളത്, നമുക്ക് മാത്രമായിരുന്നു അറിയുന്നത്. സോ ആ ഗിഫ്റ്റ് ഷെയർ ചെയ്യുന്ന മൊമെന്റ്സ് ആണ് ആദ്യം നമുക്ക് കാണാനുള്ളത്. ഒഫീഷ്യലി നമ്മുടെ ടീമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്യാണ്, പിന്നെ തിരിച്ചു വരുമല്ലോ. ഹസ്ന ഫർസിയോ എന്റെ ഫ്രണ്ട് അഞ്ജു. അപ്പൊ അഞ്ജു എന്ന് പറയുമ്പോ ഞാൻ വന്നപ്പോഴേ അഞ്ജുനെ കാണുന്നത്, ഞാൻ വരുന്നതിന്റെ മുന്നേ ഉള്ള ഒരാളാണ് അഞ്ജു. അഞ്ജുവിന്റെ ഒരു നല്ലത് ക്വാളിറ്റി എന്ന് പറഞ്ഞാല് എപ്പോഴും ബെസ്റ്റ് സിആർഒസില് വെള്ളിന്റെ ഒക്കെ അടുത്ത് വരുമ്പോ നല്ല രീതിയിൽ എല്ലാ രീതിയിലും പാരന്റ്സ് ആണെങ്കിലൊക്കെ ഭയങ്കര നല്ലൊരു ക്വാളിറ്റി ആയി കാണുന്നുണ്ട്. ഓക്കെ, മൈക്ക് ഉണ്ട് വേണ്ട. എന്റെ ഫ്രണ്ട് ഞാനിവിടെ വരുന്നതിന്റെ മുന്നേ ഉള്ള ഒരു സിആർഒ ആയിരുന്നു. ബട്ട് ഇപ്പൊ അവര് സിആർഒ അല്ല, അവര് നോൺ സിആർഒ അല്ല, ആണ്. പറ്റി പറയാനില്ല, എന്റെ അഫർമേഷൻ ഒക്കെ അതിനുള്ളിലൊക്കെ വെച്ച് സെറ്റ് ആക്കി ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പറയാനുള്ള വ്യക്തിയാണ്. ഒറ്റ വാക്കിലൊന്നും തീർക്കാൻ പറ്റില്ല. റൈനത്താണ്. റൈനത്താണ്. അപ്പം ഇതൊരു ചെറിയ ഗിഫ്റ്റ് മാത്രമാണ്. ഓക്കെ ഓക്കെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൻസബാണ്. ഞങ്ങളിത് ഇവിടെ വരുന്നതിന്റെ മുന്നേ പരിചയക്കാരാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഹാർഡ് വർക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. ഓക്കെ, തിരക്കുണ്ട്, എല്ലാവർക്കും തിരക്കുണ്ട്. അപ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ ആരാന്ന് വെച്ചാല് ഇതല്ല, ഇതാണ്. അപ്പോ ആരാന്ന് ചോദിച്ചാല് ഷാനിയാണ്. എന്റെ ഫ്രണ്ട് ഇന്ന് ലീവാണ്. ഫാത്തിമയാണ്. ഫാത്തിമാനെ പറ്റി പറയാനാണ് കാര്യമായിട്ട് അങ്ങനെ ഇതൊന്നുമില്ല. ഫാത്തിമ വന്ന് ചെറിയ ടൈം കൊണ്ട് തന്നെ എല്ലാവരായിട്ടും കമ്പനി ആയി. പിന്നെ എപ്പോഴും ഇങ്ങനെ ചാനയുടെ പോലെ തന്നെ, ചാനയുടെ അത്രക്കില്ലെങ്കിലും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. എന്റെ രഞ്ജിനിയാണ്. നമ്മള് വീണ്ടും ഒരു കോംബോയി വന്നിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് കിട്ടിയത് എപ്പോഴും
ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫർസീന അല്ല ഫർസി പറഞ്ഞത് ഫസ്റ്റ് എന്നെ ആർക്ക് കിട്ടിയാലും ചെരുപ്പ് മേടിച്ചു തരണമെന്ന്. പക്ഷെ ചെരുപ്പല്ല, നിനക്കല്ല, നിന്റെ കുട്ടിക്കുള്ള സാധനമാണ്. എല്ലാവർക്കും അവരാനുള്ള കിട്ടി. ഞാൻ മറന്നു ആരാണല്ലോ. എനിക്ക് കിട്ടിയത് നിതയാണ്. നിതിനെ കുറിച്ച് പറയണ ഇപ്പൊ എന്തപ്പോ അല്ല, എനിക്ക് കിട്ടിയ ആള് ഇവിടെ ഇല്ല, അപ്പൊ പിന്നെ കൊടുക്കാനില്ല. അപ്പൊ ഞാൻ അടുത്ത ആള്. ഞാനോ? എനിക്ക് കിട്ടിയത് മഞ്ജു ആണ്. മഞ്ജുവിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ മൈക്കാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ലിയ പറഞ്ഞു മൈക്ക് ഓൾറെഡി 1-2 ഓൺലൈൻ സ്റ്റോക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന സ്ഥലം ശരിപ്പാ. അഫർമേഷൻ ഇതിലുണ്ട്. ഓക്കെ, എനിക്ക് കിട്ടിയത് അഖിലേഷിനാണ്. ഏറ്റവും കൂടുതൽ അതിൽ പറയാനുള്ളത്, എനിക്ക് കിട്ടിയ ഫ്രണ്ടിനെ എങ്ങനെ അഖിലേഷ് കണ്ടുപിടിക്കുന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായി. പക്ഷെ ഞാൻ അത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തത് രഞ്ജിനെയാണ്. രഞ്ജിന് പറഞ്ഞ റെയ്നാത്തനെ കിട്ടിയത്. അത് വിശ്വസിച്ചാണ് ഇത്രയും ദിവസം ഇരുന്നത്. ഓക്കെ, എനിക്ക് കിട്ടിയത് പായസത്തിനാണ്. പായസം എന്ന് പറയുമ്പോ ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ഐ മീൻ ഒരു റിജക്ഷൻ ഇല്ല, എല്ലാ കാര്യങ്ങളും ആള് ചെയ്തു തരും, ഒരു മടിയില്ലാതെ. അതില് ഗിഫ്റ്റ് എപ്പോഴും എന്നോട് പറയാറുണ്ട്. എന്താ കുടിക്കുന്ന വെള്ളത്തിന് പോലും കണക്ക് പറയുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു വാട്ടർ ബോട്ടിലാണ്. എനിക്ക് കിട്ടിയത് ഷിറിൻ. ഞാൻ ഇതിൽ അഫർമേഷൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് അൻസാറ്. അപ്പൊ അൻസാറിനെ പറ്റി പറയുകയാണെങ്കിൽ പറയണ്ടേ, ഞാൻ വന്ന് ആദ്യം പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരില് ഹസ്ന, അൻസാറ് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ ആദ്യം പരിചയപ്പെട്ടത്. അപ്പൊ അൻസാറ് എപ്പോഴും വന്നിട്ട് എന്തായി ചോദിക്കുന്ന ഒരാളാണ് അൻസാറ്. അപ്പൊ അങ്ങനെ കഴിഞ്ഞു. എന്താ മിസ്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല മിസ്. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. നിന്നിളം കൂട്ടിൽ ഓ
ഓരോരായിരം കുഞ്ഞു കിളികൾ വന്നോ തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. പണ്ടു നീ പാറി പറന്നേറിയ ചില്ല ഇന്നു പൂവിട്ടുവോ. പണ്ടു നീ പാറി പറന്നേറിയ ചില്ല ഇന്നു പൂവിട്ടുവോ. തേൻ കിളിയേ നീരൻ ചിരിതൻ മഴയിൽ പാട്. തേൻ കിളിയേ നീ മെല്ലെ മഴവിൽ നിറവും ചൂട്. നല്ലൊരു കാലം വന്നേ നീ കുഞ്ഞു കിനാക്കൾ തേട്. ദരരി ദരരി